അപ്പോൾ നമ്മളെ ഒളിവിയ ഓ ഒളിവിയ ഇപ്പോൾ ഒളിവിലാണോ എന്തോ അല്ല, ഒളിവിലല്ല, പല സ്ഥലത്തും ഇൻ്റർവ്യൂ അല്ലല്ലോ, എന്താണ്, ഓൺലൈനിൽ വന്ന് പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഒളിവിയല്ല ചേട്ടനും ചേച്ചിയും കൂടെ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചില ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഈ വോയിസ് ഒന്ന് കേൾക്കുക, നന്നായിട്ട് കേൾക്കുക, പ്രത്യേകിച്ച് അച്ചു ചേച്ചി കേൾക്കുക കേട്ടോ. പിന്നെ മേലത്തെ നിലയില പുള്ളി ഓഫീസിലെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചതാണ് ഫ്രണ്ടായിട്ട് വേണോ അതോ ഓഫീസിൽ, അതായത് ജോലി ചെയ്യുന്നിടത്ത് ഒരു മുതലാളിയുടെ അവിടെ ഇത് നിൽക്കണോ അതോ ഫ്രണ്ടായിട്ട് നിൽക്കണം. അപ്പൊ അവർ ചോദിച്ച് മനസ്സിലായിരുന്നു. അപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ അതിലെല്ലാം പേര് വന്നു പുള്ളി പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവൾ എന്നോട് വന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളി എന്നെയും വിളിച്ചിരിക്കും. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മുതലാളിയായിട്ട് എങ്ങനെ നിൽക്കും, അങ്ങനെ നിന്നാ മതി, ഞങ്ങൾ ഇവിടെ ദൂരത്തി വന്നതാ, ഇതിന് വന്ന് കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങള് അവര് പറഞ്ഞു പോരാൻ പറഞ്ഞു. ഞങ്ങൾ പുള്ളി ഒരു ചോദിച്ചിട്ട് വിടുവല്ല. അവസാനം വീട്ടിൽ നിന്ന് ഇന്ന ആൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങൾ ശമ്പളം ചെയ്ത് സാധനം നടത്തില്ല. ഇവര് സാധനം തരുവല്ല, എന്തെന്ന് പറഞ്ഞാലും സാധനം തരുവല്ല. ഒരു മാസം പണിയെടുക്കട്ടെ തരുവല്ല. പിന്നെ എമർജൻസി കേസ് പറഞ്ഞ് വിളിച്ച് ഞാൻ അവിടെ ശമ്പളം കഴിച്ച് 6000 രൂപയും വെച്ച് ഞാൻ പോകുന്നു. ഒരു മാസം ജോലി ചെയ്ത് 10,000 പറഞ്ഞെടുത്ത്. ഇത് എത്ര വേണം? ഞാൻ ആ ഡിറ്റക്ഷൻ വന്നില്ലായിരുന്നു ചേച്ചി. അത് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി അത്ര കാര്യങ്ങൾ നടത്തി കൊടുത്ത ഒരു ഏജന്റ് പോലെ നിൽക്കരുത്. ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ രണ്ടെണ്ണം പിന്നെ വേറെ കണ്ടോട്ടം നോക്കിയ ഇത് പറയുന്നത്. അപ്പം അടൂരിലെ പുള്ളി പത്തനംതിട്ടയില് അവര് എംബിളെ വന്നിട്ടില്ലേ. അപ്പൊ ഇത് ഇത്രയും വന്നപ്പോ ഞാൻ പിന്നെ ഇത്രയും നാളായിരുന്നു പറയുന്നില്ലായിരുന്നു. നമ്മളായിട്ട് പറഞ്ഞ അപ്പോൾ ഇത് അവിടെ ജോലി ചെയ്ത രണ്ട് പേരുടെ അനുഭവമാണ്. അപ്പോൾ ഇത് ഒരുപാട് പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 200ഉം 500ഉം വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 500 വേക്കൻസിയൊക്കെ എങ്ങനെ ജനറേറ്റ് ആവുന്നുണ്ടോ അതറിയത്തില്ല. ഈ 500 പേർക്കും 200 പേർക്കും ഉള്ള സ്പേസ് അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നലെ ഷെഫീനെ ചേച്ചി വന്ന് കണ്ടിട്ട് അവിടെ ഭയങ്കര സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും, അതായത് നിങ്ങൾ പിള്ളേരെയൊക്കെ നിർത്തുന്ന സ്ഥലവും, പിന്നെ അതേ കണക്ക് തന്നെ അപ്പുറത്ത് നിങ്ങൾ മറ്റേ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലവും അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും നടക്കട്ടെ. അത് കണക്കൊക്കെ, അതായത് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കിയാൽ വീടിൻ്റെ മണ്ടയിൽ ഇത്ര സ്പേസ് ഉണ്ടാക്കി 500 പേരെയൊക്കെ നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ബിസിനസ് ആയിരിക്കും. അപ്പോൾ 500 വേക്കൻസിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ആരോപണം എന്താണ്, നിങ്ങളെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന അങ്ങേരക്കെതിരെയാണ് ഉള്ളത്. പുള്ളി ചോദിക്കുന്നത് അവിടെ എംപ്ലോയീസ് നിങ്ങൾ പറയുന്നില്ലല്ലോ, ഇപ്പോൾ നിങ്ങൾ എംപ്ലോയീസ് മാറ്റിയിട്ട് കമ്മീഷൻ ഏജൻസ്. അപ്പോൾ കമ്മീഷൻ ഏജൻസായിട്ട് വന്ന പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഫ്രണ്ടായിട്ട് നിൽക്കണമോ, അതേ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു എല്ലാ രീതിയിലുള്ള ഇത് കിട്ടും. എന്താണ്ട് ഇതൊക്കെ അച്ചു, നിങ്ങളവിടുത്തെ ഓണർ ഇങ്ങനെയാണോ പെരുമാറാനുള്ളത്? അച്ചു ഒരു കോ ഓണറും കൂടെയാണല്ലോ. അപ്പോൾ അവിടുത്തെ ഭർത്താവണ്ണൻ ഇതേ കണക്കാണോ പെരുമാറുന്നത്? അപ്പോൾ നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക ഇതേ കണക്കത്തെ പെരുമാറ്റം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ് നിങ്ങളുടെ ഭർത്താവ് അണ്ണനെതിരെ ഉള്ളത്. ഓക്കെ, എന്താണ് അപ്പോൾ ഇയാൾ ഈ പെൺകൊച്ചിനടുത്ത് മാത്രമായിരിക്കത്തില്ല, പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചാണ് ഇതേ കണക്കത്തുള്ള പരിപാടികൾ. ഫ്രണ്ടായിട്ടിരിക്കണോ അതോ വേറെ എന്തെങ്കിലും? ഫ്രണ്ടായിട്ട് നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അപ്പം അങ്ങനെ നിൽക്കുന്നവരുണ്ടായിരിക്കും അവിടെ, അല്ലേ? അപ്പം അങ്ങനെ നിൽക്കുന്നവരായിരിക്കും ഈ ആനുകൂല്യം പറ്റിയൊക്കെ നിന്നിട്ട് അവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ പറയണോ? അപ്പം എന്തായാലും മോശമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. വളരെ 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 മോശമാണ്. ഇതാണ് അവിടെ നിങ്ങൾ സ്റ്റാഫായിട്ട് തന്നെ ജോലി ചെയ്ത ഒരാളുടെ അനുഭവമാണ്. ഇതിൻ്റെ ഇനിയും ബാക്കി വോയിസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ വേറെ ചാനലിൽ ഇതിന് കിടപ്പുണ്ട്. അപ്പോൾ അച്ചു ചേച്ചിയും പിന്നെ സിബിൻ അണ്ണനും കൂടെ ഇതൊക്കെ തപ്പി പിടിച്ചെടുത്ത് പോയി കേട്ടോ. വളരെ നന്നായിരിക്കും അതൊക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതേ കണക്കത്തുള്ള ഉഡായിപ്പുകളാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം പൂട്ടണം. കാരണം ഇതേ കണക്കത്തുള്ള ആഭാസങ്ങളാണ് അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം പൂട്ടണം. അത് മാത്രമല്ല,
നിങ്ങൾ മറ്റേ ഇത് മാനുഫാക്ചർ അവിടുത്തെ വില കുറച്ച് കൊടുക്കുന്നു, അതുകൊണ്ട് അവിടുത്തെ കടക്കാരെ പ്രശ്നം, നിങ്ങൾ ഇപ്പുറത്തോടെ വില കുറച്ച് കൊടുക്കുന്നു, കൂട്ടിക്കൊടുക്കുന്നു, വില കൂട്ടിക്കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ പല പല സാധനങ്ങളാണ് ഇതിലെ ഇഷ്യൂ എന്ന് വിചാരിക്കരുത്. ഇതല്ല ഇതിലെ ഇഷ്യൂ. അവിടെ പെൺകുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ ആണ് വിഷയം. അത് നല്ലോണം മനസ്സിലാക്കുക. അത് സാമ്പത്തികപരമായിട്ടാണ്, നിങ്ങൾ കൊടുക്കാമെന്ന് പറയുന്ന പൈസ കൊടുക്കുന്നില്ല, അങ്ങനെ പല നിങ്ങൾ അഡ്വർടൈസ്മെന്റ് തെറ്റ്, ആൾക്കാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു, നിങ്ങൾ കമ്മീഷൻ ഏജൻസ് ആണ്, നിങ്ങൾ സ്റ്റാഫാണ്, കമ്മീഷൻ ഏജൻസ് നിങ്ങൾ തിരിച്ചറിയത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞു കളയതാ. നിങ്ങൾ ബുദ്ധിമാന്മാരായിട്ട് കളിക്കുന്ന നിങ്ങൾ ഇങ്ങനെ അറിയത്തില്ല, മറ്റത് ചെയ്യത്തില്ല, മറിച്ച് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ പറ്റിക്കാം. ഞങ്ങളെയൊക്കെ പറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അത്ര കുറച്ച് ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക് കേട്ടാ. അങ്ങനെ പറ്റിക്കാൻ നിൽക്കരുത് നിങ്ങൾ. വേറെ എവിടെയെങ്കിലും പോയ ആൾക്കാരൊക്കെ പറ്റിക്ക്, നോ പ്രശ്നം. ഇനി അടുത്ത അവിടെയുള്ള വേറൊരു പെൺകുട്ടിയുടെ അനുഭവം വോയിസ് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര തൊള്ളവിളി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്നിട്ട് മെസ്സേജ് അയച്ച് നോക്കിയപ്പോൾ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. എൻ്റെ വീട് തൃശ്ശൂരായത് കൊണ്ട് എനിക്ക് നേരിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. പിന്നെ ഫോട്ടോയും ബയോഡാറ്റയും അയച്ചു കൊടുക്കാൻ ചെയ്തത്. അപ്പോൾ ഫോട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പെട്ടിയുള്ള മണക്കായിട്ട് പോയി പോയി അങ്ങനെ ലീവ് കിട്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് പോകാൻ വേണ്ടി എന്നിട്ട് പിന്നെ പോയി. പിന്നെ മുദ്രപത്രം എടുത്ത് മേടിച്ചിട്ട് പോയി. കേട്ടല്ലേ, ആ കൊച്ചുങ്ങള് മുദ്രപത്രം അവരാണ് വാങ്ങിച്ചിട്ട് പോണത്. അത് ഏകദേശം എനിക്ക് 6 എണ്ണം വേണം. അപ്പൊ ഒന്നിന് 100 രൂപയാണ്. 100 രൂപയുടെ മുദ്രപത്രമാണ്. അപ്പൊ 6 എണ്ണം മേടിക്കണം. അപ്പൊ അത് തന്നെ 600 രൂപ പോയി. ഓക്കെ, എന്നിട്ട് പിന്നെ അവിടെ പോയി. പിന്നെ അവരോരോ ഡെമോ കളിച്ചു മുദ്രപത്രത്തിന്റെ. അപ്പൊ അതേപോലെ നമ്മൾ എഴുതി. അപ്പൊ അതിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിനാണ് ബോണ്ട്. പിന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണ വെച്ചാൽ കല്യാണം, പ്രസവം, ഗവൺമെന്റ് ജോബ്, ഇത് അങ്ങനെ എന്തെങ്കിലും ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ബോണ്ട് ബ്രേക്ക് ആക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം 25,000 രൂപ, 50,000 രൂപ അങ്ങനെ എഴുതി പിടിച്ചിട്ടായിരുന്നു. 25,000 രൂപയാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചു. അത് നമ്മള് വിചാരിച്ചു നമ്മൾ റോഡ് പണി കഴിക്കാനും പോകില്ല, നമ്മള് ഭാഗ്യമായിട്ട് പണിയെടുക്കണം, ഒന്നിനും മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള അതുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചല്ല നേരത്തെ പോയിക്കോളും. എന്താ അപ്പൊ പൊട്ട് പറഞ്ഞ പോലെ നമ്മള് അങ്ങനെ നിന്നോ. പക്ഷെ പറഞ്ഞ് പോകണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള കളിയും മാത്രമുള്ള എന്റെ ചേട്ടാ ആ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള കളിയും ചിരി മാത്രമേ ഉള്ളു കേട്ടാ. അല്ലാതെ വേറെ അവിടെ ബാക്കി അതൊന്നും ബാക്കിയൊന്നും കണ്ടിട്ട് പോവരുത്. അത് റീലാണ് അവിടുത്തെ റിയൽ എന്ന് വിചാരിച്ചാരും പോവരുത്. ഉടായ്പാണത്. ആ വീഡിയോ എത്ര മിനിറ്റ് കൊണ്ട് എടുത്ത് തീരണം. അതായത് ഓരോ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസോ അത് എത്ര മിനിറ്റ് ആണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ്. ആ ഒരു സമയത്തെ ചിരിയും കളി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയം ഉണ്ടല്ലോ നമുക്ക് ഇരിക്കാനൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ. അതായത് ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടുണ്ടെങ്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും. അത് അടുപ്പിച്ച് മുട്ടിയിട്ടാണ് ആ സ്റ്റൂൾ ഇരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇരിക്കുക. ഓരോ കുട്ടികളും അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾക്ക് അപ്പുറത്ത് ഇരുന്നിട്ട് വർത്തമാനം പറയാൻ പറ്റില്ല. അതായത് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളായിരിക്കും, ഞങ്ങൾ ജൂനിയേഴ്സ് ആണ്, ഡ്രസ്സിന്റെ കാര്യങ്ങളായിരിക്കും നമുക്ക് പറയാം. അപ്പൊ ഫൈൻ 500 രൂപ ഫൈൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കേട്ടാ. പുറത്തിരിക്കുന്ന ഒരാളോട് ഒന്ന് എന്തെങ്കിലും ചേച്ചി ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പറ്റും. ചേച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും ഇവിടെ 500 രൂപ എഴുതി കഴിഞ്ഞു. അങ്ങനെ വശോ തൊട്ടാ ഫൈൻ. അവിടെ വലിയ ഫൈൻ. പിന്നെ ഇയാളെ അതായത് ഇയാളെന്ന് പറയുമ്പോ അയാള് ഭയങ്കര കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരാ, നമ്മുടെ നാട്ടിലുള്ള കോഴികളൊന്നും ഒരു കോഴികളില്ല. അങ്ങനത്തെ കോഴി ഞാനിപ്പോ ഇങ്ങനെ പറയാ. അയാളാണെങ്കിൽ അയാളെ പനിയൊന്നുമില്ല. അയാൾക്ക് ഒരാഴ്ച 3-4 ദിവസം കൊണ്ട് പനിയായിട്ട് അയാള് ഓഫീസിലേക്ക് വരാണ്ടിരുന്നു. നമ്മുടെ വർക്കിംഗ് സ്ഥലത്തേക്ക് ആള് വരാണ്ടിരുന്നു. എന്നിട്ട് ആള് പിറ്റേ ദിവസം കൊണ്ട് ആള് ആക്റ്റീവായിട്ട് പിന്നെ വൈകിട്ട് എങ്ങാണ്ട് ആള് കയറി വന്നു. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രി ഉച്ചയ്ക്കോ എപ്പോഴും കയറി വന്നിട്ട് അയാൾ വോയിസ് മെസ്സേജ് അയച്ചിട്ടാണ്, ഞാൻ ഇത്ര ദിവസം വരാണ്ടിരുന്നു, നിങ്ങൾ ആരും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചില്ല, സാറിന് എന്താ പറ്റി വൈകിയേ അത് ഇത് പറഞ്ഞിട്ട് എന്താ സാറ് അങ്ങനെ വന്നിട്ട് ചോദിച്ചില്ല. ചോദിക്കാത്ത കാരണം കൊണ്ട് ആർക്കും ഈ മാസം സാലറി ഇല്ല, എല്ലാവരുടെ സാലറി കട്ടാന്ന് പറഞ്ഞിട്ട് ആള് മെസ്സേജ് അയച്ചു. ജൂനിയേഴ്സിന് ഒഴിവാക്കും, പക്ഷേ സീനിയേഴ്സിന്റെ സാലറി കട്ടാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു മാസത്തെ സാലറി വൈകിച്ചു ഒരു മനഃപൂർവ്വം.
ഒന്നാമത് ഇവരുടെ സാലറി കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കായിട്ടാണ് കിട്ടുക. അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ, കേട്ടല്ലേ? ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ അതിൻ്റെ അകത്ത് എന്താണ് ആ കൊച്ചു പറഞ്ഞെന്നുള്ളത്. അപ്പോൾ സാലറി ചെക്കായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ മുന്നേ പറഞ്ഞ കാര്യം ഞാൻ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഏകദേശം മനസ്സിലായി. നേരത്തെ ആദ്യത്തെ ആ വോയിസും ഈ പെങ്കൊച്ച് പറഞ്ഞും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം ആൾക്കാരൊക്കെ മനസ്സിലാവും. ഈ CCTV പ്രശ്നമാണ് കേട്ടോ. CCTV എന്തുകൊണ്ട് CCTV വെച്ചിട്ടില്ല, എന്തുകൊണ്ട് CCTV അവിടെ വെക്കണം, 1 കൊല്ലം മുന്നേ ഉള്ള ഒരു നടന്ന സംഭവമാണ്. ഓക്കെ, എന്നിട്ട് CCTV വെച്ചിട്ടില്ല കേട്ടോ. ഒരു 3 ദിവസം കൂടി കഴിഞ്ഞപ്പോ ഒരു 13 ദിവസമായപ്പോഴേക്കും കള്ളം കയറി അവിടെ. അതായത് ഈ പെങ്കൊച്ചുങ്ങള് 10-25 പേര് താമസിക്കുന്ന ആ ഹോസ്റ്റലില് കള്ളം കയറി. ഓക്കെ, പെൺകുട്ടികൾ മാത്രമേ ഉള്ളു അവിടെയാണ് കള്ളം കയറിയത്. അപ്പൊ അവര് പറഞ്ഞു അത് അങ്ങനെയൊന്നുമില്ല, കള്ളനും അതൊന്നുമില്ല, അന്ന് പണ്ടത്തെ ഓഫീസായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് അവരുടെ ഓഫീസും ഇതും കൂടെ ഒരുമിച്ചുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈമിലുള്ളതാണ്. അവിടെയാണ് കള്ളം കയറിയത്. എന്നിട്ട് അവർ പോലീസിൽ പറഞ്ഞിട്ടില്ല, ഇവർ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പോലീസിലും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ CCTV വെച്ചിട്ടില്ല. ആ പെൺകൊച്ചുങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഇവരുടെ ഓഫീസും ഒന്നാണ് ആ ടൈമിൽ. അതായത് 2 ബിൽഡിംഗ് ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഉള്ളതാണത്. അവിടെയാണ് കയറിയേക്കുന്നത് കള്ളൻ. എന്നിട്ട് അനങ്ങിയില്ല. അനങ്ങാത്ത മാത്രമല്ല, ഈ വോയിസിൻ്റെ അകത്ത് തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇനി കൂടുതൽ ഇത് വയ്ക്കുന്നില്ല, പക്ഷെ അതിൻ്റെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ആദ്യത്തെ ദിവസം ഒരു റിപ്പോർട്ട് ചെയ്ത് കള്ളം കയറിയെന്നുള്ളത്. അപ്പോൾ ഇവർ അനങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും ഇതേണകത്ത്, അത് 10 മണി ടൈമിൻ്റെ അകത്താണ് കള്ളം കയറിയത്. ഓക്കെ, അതായത് രാത്രി 10 മണി ടൈമിൽ. അപ്പോഴും ഇവർ അനങ്ങിയില്ല. അങ്ങനെ പേടിച്ചൊരു പെങ്കൊച്ചിന് അവസാനം ഫിക്സൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും പെൺപിള്ളേരുണ്ട്, 10-20 പെൺപിള്ളേര് മാത്രമല്ല അവിടെ. വാർഡനില്ല, ഒരു ക്യാമറയില്ല, ഒരു തേങ്ങയില്ല അവിടെ. എന്നിട്ട് നമ്മളത് പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല. മാമും സാറൊക്കെ പറഞ്ഞപ്പോ അത് പറഞ്ഞു അത് കുഴപ്പമില്ല, അത് അങ്ങനെ എനിക്ക് തോന്നിയതാന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ തോന്നിയതാണ്. അടുത്ത ദിവസം വീണ്ടും അതുകൊണ്ട് കയറി. അത് കള്ളൻ തന്നെയാണോ അതോ വേറെ കപ്പലിൽ തന്നെ ഉള്ള കള്ളനാണോ നമുക്ക് അറിയാനും പറ്റത്തില്ല. അതാണ് കുഴപ്പം. പിറ്റേ ദിവസം ഇത് പുലർച്ചെ 2 മണി 3 മണി 4 മണി ആ ഒരു സമയത്താണ് ഇതുണ്ടായത്. പിന്നെ പിറ്റേ ദിവസം രാത്രി 10 മണിയായപ്പോ പിന്നെ ഇയാൾ വന്നു. മനസ്സിലായ? അതായത് മറ്റേത് 2 മണി 3 മണി ടൈമില്ലാത്താണ് ആ കള്ളം വന്നതിൻ്റെ അടുത്ത ദിവസം വീണ്ടും 10 മണി ടൈമിൽ കള്ളം വന്നു. ആ വല്ലാത്തൊരു കള്ളനാണ്. എന്നിട്ട് പോലും ഇവിടെ CCTV വെച്ചിട്ടില്ല, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കത്തും. ഡെപ്പോസിറ്റിന്റെ കാര്യം അവർ ഒന്ന് കേട്ടോ. ഞാൻ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 15,000 20,000 ഒക്കെ വെച്ചിട്ട് പിള്ളേരെ പിടിക്കുക. എങ്ങനെയുണ്ട് ചേട്ടാ ഈ 15,000 20,000 എന്നൊക്കെ പറയുമ്പോ അത് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ എത്ര കസ്റ്റമേഴ്സിന്റെ കയ്യും കാലം പിടിച്ചിട്ടുണ്ടാവും അറിയും. ചിലപ്പോ ഇവരുടെ കസ്റ്റമേഴ്സ് ഒന്നും ആവില്ല, നമുക്ക് പേഴ്സണലി അറിയാൻ അവരുടെ നമ്പർ നമ്മുടെ ഫോണിൽ വെച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് എടുക്കുകയാണ് ചെയ്യുക. മാമന്റെ അമ്മായി അവരെ കാല് പിടിച്ച് പറയുമോ അങ്ങനെയാണ് നമ്മളെ എടുപ്പിക്കുക. അപ്പൊ അങ്ങനെയും കഷ്ടപ്പെട്ട് നമ്മൾ പച്ചവെള്ളം നമുക്ക് കുടിക്കാനുള്ള സമയം കിട്ടില്ല. നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. നമ്മള് ചോറും വെക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഹോസ്റ്റലിലൊന്നും ഉണ്ടായിരുന്നു. ഈ ഹോസ്റ്റലിലൊക്കെ ചിലപ്പോ ഗ്യാസ്. ഇനി ഹോസ്റ്റലിലെ അവസ്ഥ ഒന്ന് കേൾക്കണം കേട്ടാ. അടുത്തത് അവരുടെ ഇത് കണ്ടല്ലോ, എങ്ങനെയാണ് ആ കൊച്ചുങ്ങൾ ഓരോ ഇത് പിടിക്കുന്നതെന്നുള്ളത്. അതിന്റെ അത്രയും കഷ്ടപ്പെട്ടത് അതുങ്ങൾ മറ്റേ കമ്മീഷൻ കിട്ടാനായിട്ട് ചെയ്യാൻ തണി ഈ കമ്മീഷനിൽ നിന്ന് 15,000 10,000 ഒക്കെ ഡെപ്പോസിറ്റ് മേടിച്ചോണ്ട് പോണത്.
ഓക്കെ. കഴിയുന്നു. ഒരു ഗ്യാസും കൂടി അവരങ്ങനെ ബുക്ക് ചെയ്ത് തരില്ല. എന്നിട്ട് എത്ര ദിവസം പട്ടിണി കിടന്നുണ്ടെന്ന് അറിയോ? പട്ടിണി കിടക്കുന്ന കണ്ടല്ലേ, ഗ്യാസും കുന്തോന്നും എടുത്തു കൊടുക്കത്തില്ല ആ ടൈമില്. ഗ്യാസ് എന്നിട്ട് ഇവര് ഓഫീസിൽ നിന്ന് എടുത്ത് മേടിച്ചു തരും. അത് 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതുവരെ ഗ്യാസ് ഇല്ലാണ്ട് നമ്മളെ ഈ പുറത്തുനിന്ന് ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് പോകുന്ന പിള്ളേർക്കാണ് കൂടുതലായിട്ട് അത് എഫക്റ്റ് ആവുക. അവരാണെങ്കിൽ കറക്റ്റ് ആ ബസ് ഫെയറും പിന്നെ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണ്ട അതിന് വേണ്ടിയിട്ടാണ് പൈസ പിടിക്കുക. അപ്പൊ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞു വെള്ളം ചെയ്യാന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നിട്ട് പിന്നെ ഗ്യാസ് കഴിഞ്ഞിട്ട് പട്ടിണി കിടന്നിട്ട് വേറെ വിളിക്കുന്നു കേട്ടോ. ഗ്യാസിന് വരുമ്പോ നോക്കാം ഒരു ദിവസം ഗ്യാസ് കഴിഞ്ഞിട്ട് രാവിലെ അപ്പൊ തലേ ദിവസമാണെങ്കിൽ ഞങ്ങള് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നേരത്തെ പോണ ദിവസമാണെങ്കിൽ ചിലപ്പോ 7:30 കഞ്ഞി വെച്ചിട്ട് കഞ്ഞി ചമ്മന്തിയൊക്കെ ആയിട്ട് കൂട്ടി കഴിക്കട്ടെ. ഞങ്ങള് കഞ്ഞി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ കയറി കിടക്കും. വീട്ടുകാരനെ കുളിച്ചിട്ട് അങ്ങനെ കയറി കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ നോക്കിയപ്പോണ്ട് ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ ചെയ്യാ? പെട്ടെന്ന് പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. നമ്മളിത് വിചാരിക്കുന്നില്ല ഇങ്ങനത്തെ പോലെ വെള്ളം കിട്ടും. നമ്മൾ വിചാരിക്കുന്നില്ല എങ്ങനെ പൈസ അയച്ചിട്ട് പറ്റും. ഞങ്ങളെ പട്ടിണി പറഞ്ഞപ്പോ ആളപ്പന്നെ ജയിച്ചാണ് കേട്ടോ. അതായത് പിള്ളേരിൽ പൈസ ഇല്ലാത്ത കാരണം ഇവിടെ 20,000, 30,000, 40,000 കൊടുക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ജോലി ചെയ്യുന്ന കൊച്ചുങ്ങള് വീട്ടിലോട്ട് അച്ഛനെ ഓരോരുത്തരെ വിളിച്ചു പറയും, അച്ഛ അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല അച്ഛാ എന്ന് വിളിച്ചത്. ആ അച്ഛൻ പൈസ അയച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അവസ്ഥ യഥാർത്ഥമായിട്ട്. അല്ലാതെ അവിടെ തുണിയുടെ പൈസ കുറച്ച് കൊടുക്കുന്നതും കൂട്ടി കൊടുക്കുന്നതും ഒന്നും അല്ല പ്രശ്നം. അവിടെ ഈ പെങ്കൊച്ചുങ്ങൾ അനുഭവിക്കുന്ന ഈ ഇമാതിരിയുള്ള പീഡനങ്ങളാണ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യാനുള്ളത്. ഇത് ചില സ്ഥലത്തൊക്കെ ഇത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ സത്യമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ചില യൂട്യൂബിൻ്റെ അകത്തൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ കൊച്ചുങ്ങൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ മാർക്കറ്റ് ഡൗൺ ആവാതിരിക്കുക എന്ത് മാങ്ങേ ചെയ്യട്ടെ. അവർ വില കുറച്ച് ഇനി അവരൊക്കെ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയും കൊടുത്തോട്ടെ അവര്, നോ പ്രശ്നം. നാട്ടുകാരൊക്കെ മറ്റേ 100 രൂപയ്ക്ക് തുണി കിട്ടുന്നോണ്ടാ ഓക്കെ. ഈ അതിൻ്റെ ഒരു 10 രൂപ കമ്മീഷൻ ആണെങ്കിൽ ആ 10 രൂപ കമ്മീഷനെങ്കിലും ആ പെൺകൊച്ചുങ്ങൾക്ക് കൊടുക്ക്. പിന്നെ ഈ പെൺപിള്ളേരെ എടുക്കാൻ നേരത്തെ ദയവ് ചെയ്തിട്ട് പറയുക, ഇത് നിങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയാണ്, സാലറി അല്ല. ഇവിടെ നിങ്ങൾ സ്റ്റാഫ് അല്ല, കമ്മീഷൻ ഏജൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഒന്നും അല്ല ആഡ് കൊടുക്കുന്നത്. ഇവിടെ ഫുഡിന് പൈസയുണ്ട്, മറ്റേ 3 നേരത്തെ ഫുഡിന് പൈസയുണ്ട്, പിന്നെ ഹോസ്റ്റലിന് ഫീസുണ്ട്. ഇതൊക്കെ പറയേ. പിന്നെ ഹോസ്റ്റലിൻ്റെ ഫീസ് മേടിക്കാൻ നേരത്തും ഈ മെസ്സിൻ്റെ പൈസ മേടിക്കാൻ നേരത്തും അത് പെൺകൊച്ചുകൾ തന്നെ കുക്ക് ചെയ്യണം. പിന്നെ അവർ തന്നെ സാധനം മേടിക്കണം. ഇതെല്ലാം അവർ തന്നെ ചെയ്യണം. നിങ്ങൾ പിന്നെ എന്ത് വാഴക്കാണ് ചെയ്യുന്നത് ഫീസൊക്കെ മേടിക്കുന്നതിന്? എന്ത് വാഴക്കാണ് ചെയ്യുന്നത് നിങ്ങൾ? ഒരു നേരത്തെ ഫുഡ് അത് എവിടെ നിന്ന് ഒരു നേരത്തെ ഫുഡാന്ന്, അതായത് ഈ കൊച്ചുങ്ങളെ തന്നെ വയ്ക്കുക വന്നത്. ഇടയ്ക്ക് നിങ്ങൾ മറ്റേ ഈ പിള്ളേരെ കൊണ്ട് തന്നെ പൈസ ഇടിയിപ്പിച്ചിട്ട് ഈ ഫുഡ് വാങ്ങിപ്പിക്കും. എന്നിട്ട് ഒളിവിയ കൊടുക്കുന്നു ഫുഡ്. ഇതായിരിക്കുന്നു ചിക്കൻ അല്ലല്ലേ, ഇതാണ് മീൻകറി ഇതാണ് തേങ്ങ അരച്ച മീൻകറി. പിന്നെ അപ്പുറത്ത് പപ്പടം, മാങ്ങക്കറി, ഇത് മറ്റേ പുളിശ്ശേരിക്കകത്ത് മാങ്ങ ഇട്ടത്, മീൻകറിക്കകത്ത് ചക്ക ഇട്ടത്. കൊഞ്ച് തീയൽ മാത്രം മതി കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ ആ പെങ്കൊച്ചുങ്ങളെന്ന് പൈസ മേടിച്ചിട്ട് അതുങ്ങളെ പൈസ കൊണ്ട് മേടിച്ചു കൊണ്ട് വെച്ചിട്ടാണ് ഈ ഞണ്ണുന്നത്. അയ്യോ, വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതേ കണക്കത്തെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് നിങ്ങൾ ഓരോ പെങ്കൊച്ചുങ്ങളെ വീണ്ടും വീഴ്ത്തിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക്.
ഇനി നിങ്ങളതിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കിടപ്പുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ. പെങ്കൊച്ചുങ്ങളെല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ പോകണം. ഒരു റൂമിൻ്റെ അകത്ത് നിങ്ങളെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടില്ല, ഈ എക്സിക്യൂട്ടീവുകളും പിന്നെ നിങ്ങളെ സ്റ്റാഫായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇൻ്റർവ്യൂവിന് വന്ന പെങ്കൊച്ചുങ്ങൾ അകത്തോട്ട് റൂമിൽ കണ്ടു. ആ റൂമിൻ്റെ അകത്താണ് അപ്പോൾ കസേര. ആ റൂമിൻ്റെ അകത്താണ് കസേര. മറ്റേൻ്റെ അകത്ത് ഉള്ളത് സ്റ്റൂളുകൾ അല്ലേ ഉള്ളത്. ഈ സ്റ്റാഫുകൾ പിന്നെ എക്സിക്യൂട്ടീവുകളുള്ള സ്ഥലത്ത് സ്റ്റൂളുകൾ. അത് ചാരി ഇരിക്കാൻ പാടില്ല. സ്റ്റൂളിൽ എത്ര നേരം പെങ്കൊച്ചുങ്ങൾ ഇങ്ങനെ ഇരിക്കും? ഇനി ഇരിക്കാൻ സമയം പോലും കിട്ടത്തില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ കുഴപ്പമില്ല, അത്ര തിരക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതേ കണക്കൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറാതെ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വിഷയം പെൺകുട്ടികളുടെ ജീവിതവും ആ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് പറയുന്ന ശമ്പളം കൊടുക്കാതിരിക്കുകയും, ശമ്പളമല്ല നിങ്ങൾ കമ്മീഷൻ കൊടുക്കാതിരിക്കുകയും, ആ കമ്മീഷനിൽ നിന്ന് കൈയിട്ട് വാരുന്നതും പെൺകുട്ടികളടുത്ത് മോശമായിട്ട് പെരുമാറുന്നതും, പിന്നെ ആദ്യം കേട്ട വോയിസ് അനുസരിച്ചാണെങ്കിൽ അവിടുത്തെ ഈ ഓണർ എന്ന് പറയുന്ന അങ്ങേര് അതായത് ഈ അച്ചുവിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള്, അയാൾ മോശമായിട്ട് ഈ പെൺകുട്ടികളുടെ അടുത്ത് പെരുമാറുന്നതും ഒക്കെയാണ് വിഷയം. അല്ലാതെ ഒരിക്കലും ഈ സാധനങ്ങളെ വില കൂട്ടി കൊടുക്കുന്നതോ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതോ ഇതൊന്നുമല്ല വിഷയമുള്ളത്. ഇതേ കണക്കത്ത ഒരു ഓണറാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം പൂട്ടി തന്നെ പോകണം. കാരണം പെൺകുട്ടികൾ സേഫല്ല എന്നാണ് കുഴപ്പം. പെൺകുട്ടികൾ സേഫല്ല. പിന്നെ നിങ്ങളെ കമ്പനിയിൽ CCTV എന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് ഈ കൊറോണ വന്നു പോയിട്ട് എത്ര നാളായി, കൊല്ലങ്ങളായി, എന്നിട്ട് പോലും നിങ്ങളിത് വെച്ചിട്ടില്ല. നിങ്ങളെ പഴയ ഇതിൻ്റെ അകത്തും വെച്ചിട്ടില്ല, പുതിയതിലും വെച്ചിട്ടില്ല, എവിടെയും വെച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വയർ വലിക്കുന്നു, അവിടെ കൂടെ ബാറ്റ് ഇത് വയ്ക്കുന്നു, മറ്റത് വയ്ക്കുന്നു എന്നൊക്കെ പറയും. അതൊക്കെ മോശം. പിന്നെ അടുത്ത ഫൈൻ എന്ന് പറഞ്ഞ് ഈ കൊച്ചുങ്ങളെ നിന്ന് എന്തിനാടേ നിങ്ങൾ തുണി അടിച്ചോണ്ട് പോകണം എന്ന് പറഞ്ഞ്, തുണി അടിച്ചോണ്ട് ആരൊക്കെ പോയി, അല്ലെങ്കിൽ അവരെ പിടിച്ച്, അല്ലെങ്കിൽ തുണി ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് മുകളിലോട്ട് കൊണ്ടുപോകണ്, അല്ലാതെ എന്തോ മറ്റേ പാക്കിങ് ഇവിടെ ബില്ല് ചെയ്യാതെ അങ്ങോട്ട് കൊണ്ടുപോവേ, അതിന് ഫൈനല്ല കൊടുക്കാനുള്ളത്, അതിന് കൊടുക്കാനുള്ള വാണിങ്ങുകളാണ്. അതിൽ പിന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിട്ടോ, കാര്യം കഴിഞ്ഞല്ലോ. നിങ്ങൾ ഫൈനെന്ന് പറഞ്ഞ് മേടിക്കുന്നത് ഭയങ്കര വലിയ തുകയാണ്. ആ പെങ്കൊച്ചുങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിനെ ബാധിക്കും. വാണിംഗ് കൊടുത്തോ, ഇത് കണക്കത്തെ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ എൻട്രൻസിൻ്റെ അകത്ത് നിങ്ങളെ സ്റ്റാഫ് എന്ന് പറയുന്ന അല്ല ഒരാളെ നിർത്തിയതില്ലോ, ഇതോ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, ഇത് അവിടെ ബില്ല് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റടുത്ത് അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഈ പ്രോസസ്സ് കഴിഞ്ഞ് ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡിലോട്ട് പോകാവും. ഇതൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല. അപ്പോൾ ദയവേത് ഈ ഫൈനുകൾ, മാങ്ങ, ചക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭർത്താവ് എന്ന് പറയുന്ന അയാളെ ഇതിൽ നിന്ന് എടുത്ത് കളയുക, വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കേൾക്കുന്ന ആരോപണമൊന്നും ആയിരിക്കത്തില്ല കേൾക്കുന്നത്, ഇതിൻ്റെ കൂടുതൽ ആരോപണങ്ങൾ ഇനിയും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ ഈ ബിസിനസ് പുള്ളിയെടുത്ത് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമാണ്, പെൺകുട്ടിയാണ്, മറ്റതാണ്, സ്ത്രീകൾക്ക് മാത്രം, മറിച്ചതാണ്. നിങ്ങളൊരു സ്ത്രീയല്ല അച്ചുവേ. അപ്പം നിങ്ങൾ സ്ത്രീയായിട്ടുള്ള അച്ചു മാനേജ് ചെയ്യുക. സ്ത്രീകൾക്ക് മാത്രമുള്ള സംരംഭകയല്ലേ, അപ്പോൾ സംരംഭക ഒന്ന് മാനേജ് ചെയ്യും നന്നായിട്ട്. പിന്നെ ഇതേപോലത്തെ ഉഡായിപ്പുകൾ കാണിക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഉഡായിപ്പ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് പെൺകുട്ടികളെ നമ്മൾ ഇപ്പോൾ ഒരു കുറ്റമുണ്ടല്ലോ, അതായത് പ്രലോഭനം നൽകി
ജോലി സംബന്ധമായ പ്രലോഭനങ്ങൾ നൽകി പീഡിപ്പിക്കൽ എന്ന് പറയും. അപ്പം ഇതിന് മുതിർന്നാലും ഇതൊരു ഒഫൻസാണ്, അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്, 10 കൊല്ലം അകത്ത് കിടക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ക്രിമിനൽ ഒഫൻസും കൂടെയാണ് ഇപ്പം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, അത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആവണമെന്നില്ല, അത് സ്ത്രീ ആയാൽ മതി, അവിടെ നിങ്ങളുടെ സ്റ്റാഫ് ആവണമെന്നില്ല കേട്ടോ. അപ്പം അതിനുള്ള റൈറ്റ് അവിടുത്തെ പെൺകുട്ടികൾക്കുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് പറഞ്ഞേക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ തെളിയിച്ച് അവിടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കറിയത്തില്ല. കാരണം നിങ്ങളെ CCTV മണ്ണം കെട്ടൊന്നും ഇല്ലാത്ത കാരണം അത് പോകാൻ പറ്റത്തില്ല അവരൊക്കെ. പക്ഷേ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അവരുടെ രണ്ടുപേരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പോലീസുകാർക്ക് കേസെടുക്കാം, അണ്ണനെ പൊക്കിക്കൊണ്ട് പോവാം. അല്ല, വക്കീലിനെ ചോദിച്ചു നോക്കൂ, സുപ്രീം കോടതിയിലെ വക്കീലിനെ ചോദിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു വകുപ്പുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ഏകദേശം കുറേ ആൾ പോയി അകത്ത് കിടക്കും, അല്ലേ? അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, വേറെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചില ഇതിന് മറ്റേ കൊട പിടിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് തിരക്കിക്കഴിഞ്ഞാലും ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്നതൊക്കെ വേറെ രീതിയിലാണ്. ആ നാട്ടിലുള്ള പല ആൾക്കാരും പറയുന്നത് വേറെ രീതിയിലാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ വരുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒരേപോലെ പറയാണ്. ഒരേ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത്. അവിടുത്തെ പെൺകുട്ടികൾ, അതായത് നിങ്ങൾ അവിടെ വരുന്ന പെൺകുട്ടികളെ പോലും ആൾക്കാരവിടെ കാണുന്ന വേറൊരു രീതിയിലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ ചോദിക്കാൻ അവര് പല റീസൺസ് പറയുന്നുണ്ട്. ഞാൻ ഇപ്പം അത് ഇതിൽ കൂടെ പറയാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, പക്ഷെ പല റീസൺസ് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അടച്ചു പൂട്ടേണ്ടതാണെങ്കിൽ അടച്ചു പൂട്ടുക തന്നെ വേണം. അല്ലാതെ ഇതൊരു സംരംഭമാണ്, അതുകൊണ്ട് ഇതിനെ താങ്ങി നിർത്തണം, അങ്ങനെയുള്ളതൊന്നുമില്ല. ഇതൊരു സംരംഭം അല്ല. ചില സമയത്ത് കാര്യങ്ങൾ കേൾക്കാൻ നേരത്തെ സംരംഭമേ അല്ല. ഈ സംരംഭത്തിൻ്റെ പിറകിൽ വേറെ പല സാധനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പെൺകുട്ടികൾ അവിടെ സേഫ് അല്ല. പെൺകുട്ടികളെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ സേഫ് അല്ല. ഇവിടെ നിങ്ങളെ ജോലി സ്ഥലത്ത് പെൺകുട്ടികൾ സേഫ് അല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൂട്ടേണ്ട സാധനങ്ങൾ പൂട്ടുക തന്നെ വേണം. അത് നല്ല താഴിട്ട് തന്നെ അത് പൂട്ടണം. കൂടുതൽ വിവരങ്ങൾ ഇനിയും വരുമെന്ന് തോന്നുന്നു. അതേ കണക്ക് തന്നെ കൺമണീൻ്റെ അടുത്ത് പറയാനുള്ളത്, മോളെ കൺമണി, നീ സൂക്ഷിച്ചോ. കാരണം നിന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. നിന്നെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. നിനക്കെതിരെ ഇവർ പൊളിറ്റിക്കൽ രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ കൺമണിക്ക് നേരെ തൊടുത്തുവിടാൻ ചാൻസുകൾ കാണുന്നുണ്ട്. അതാണ് അറിയുന്നത്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും കൺമണി ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത് കേട്ടോ. കാരണം പിന്നെ അതേ കണക്ക് തന്നെ ബാക്കി പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പെൺകൊച്ച് ഇതേ കണക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ കൺമണിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൺമണിയെ. എന്തെങ്കിലും ഒരു ഇഷ്യൂ കൺമണിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത എല്ലാ പെൺകുട്ടികളും തന്നെ മുന്നിട്ടിറങ്ങുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പെൺകൊച്ച് സംസാരിച്ചത്. അപ്പോൾ ആ പെൺകൊച്ചിന് എതിരെ എന്ത് സാധനം വന്നു കഴിഞ്ഞാലും, ഇതിൻ്റെ പേരിൽ എന്ത് സാധനം വന്നു കഴിഞ്ഞാലും എല്ലാ പെൺകുട്ടികളും ആ പെൺകുട്ടിക്ക്, അതായത് കൺമണിക്ക് സപ്പോർട്ടായിട്ട് ഇറങ്ങുക. ഓക്കെ,
കാരണം നിങ്ങളെ തടയാൻ, അത്രയും വലിയൊരു കൂട്ടായ്മ തടയാനായിട്ടുള്ള ശേഷിയൊന്നും ഒരെണ്ണന്മാർക്കും കാണത്തില്ല. അതിന് ഒരു പാർട്ടി ബേസ് ആണെങ്കിൽ ശരി തന്നെ, ഈ എവരുടെ ഇതാണെങ്കിൽ ശരി തന്നെ, ആരാണെങ്കിൽ ശരി തന്നെ, നിങ്ങളെല്ലാവരും കൺമണിക്ക് വേണ്ടിയിട്ട്, കൺമണിക്കൊരു ആപത്ത് ഇവരുണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൺമണിക്കെതിരെ ഇവർ തിരിയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൺമണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ ബൈ.